അപ്പം ഓണം രുചികൾ തേടിയുള്ള യാത്രയിൽ ഇന്ന് നമ്മൾ വന്നു നിൽക്കുന്നത് വള്ളുവനാട്ടിലാണ്. ഓണം എന്നത് എല്ലാ മലയാളികൾക്കും ഒരു ഉത്സവമാണ്. അപ്പം ഇന്നത്തെ വിഭവം എന്താണെന്ന് നമുക്ക് കാണാം. അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മല്ലിക ചേച്ചിയുടെയും രമചേച്ചിയുടെ അടുത്താണ്. ഇവർ നല്ല കിടിലൻ സ്പെഷ്യൽ ഓണവിഭവങ്ങൾ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പം നമ്മൾ റെഡി അല്ലേ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്? എന്തൊക്കെയായിരുന്നു വിഭവങ്ങള്? ഇന്ന് പാലടയും അവിയലും പാലടയും. ഓക്കെ, അപ്പൊ ചേച്ചി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്നത്തെ ഓണവും പഴയ ഓണവും തമ്മിലുള്ള ഒരു വ്യത്യാസം? പഴയ ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമായിരുന്നു. അന്ന് നല്ല ദാരിദ്ര്യം ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ഓണമായിരുന്നു. പക്ഷെ ചേച്ചിക്ക് ഏതാ ഇഷ്ടം, പഴയ ഓണമാണോ? പഴയ ഓണം ഇഷ്ടം. പക്ഷെ നമ്മൾ അന്യ ഒരു വീട്ടിൽ പോയി ചാണകമൊക്കെ എടുത്ത് കൊടുന്ന് തേച്ച് പൂവൊക്കെ പറിച്ച് കൊടുന്ന് ഇട്ടിട്ട് നമുക്ക് ഇടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. പക്ഷെ ഞാൻ ഇന്നും അങ്ങനെ തന്നെ കേട്ടോ. നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ചാണകം കൊണ്ട് തൊട്ട വീട്ടിൽ പോയിട്ട് പൂ തരും, അവർ പൂ തരും. നമുക്ക് ഇന്നത്തെ കൂടി അപ്പുറത്തെ വീട്ടിൽ കൂടി തന്ന പൂവുകൊണ്ട് ഞാൻ ഇവിടെ പൂട്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് വളരെ സന്തോഷമുള്ള സമയമാണ് ഇപ്പോൾ. ചേച്ചിക്ക് ഏതാ ഇഷ്ടം, പഴയ ഓണോ പുതിയ ഓണോ? എനിക്കിപ്പോ പഴയ ഓണം. ഞങ്ങളുടെ വീട്ടിൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇതേപോലെ കുറെ വിഭവങ്ങളൊന്നും ഇല്ല കേട്ടോ, കുറച്ചുള്ളൂ. അപ്പൊ ചേച്ചി എന്നാ നമുക്ക് പാലടയും അവിയലും ഉണ്ടാക്കുന്ന കണ്ടാലോ? അപ്പോൾ ഇന്ന് നമ്മളൊരു അവിയലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കുള്ള ചേന, ബീൻസ്, കൈപ്പയ്ക്ക, പയറുണ്ട്, കൊത്തമരക്കുണ്ട്, വാഴയ്ക്ക, മുരിങ്ങക്കായ, ക്യാരറ്റ്, കുമ്പളങ്ങ, പിന്നെ തേങ്ങ, തൈര്. ഇതൊക്കെയാണ് നമുക്ക് പച്ചമുളക് വേണം. ഇതിൽ നമുക്ക് അവിയലിനുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. മുരിങ്ങക്കായ, ക്യാരറ്റ്, കുമ്പളങ്ങ, പയർ, ബീൻസ്, ചേന, കൊത്തവര, അതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് എത്ര നീളത്തിൽ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. കഷ്ണങ്ങളെല്ലാം വെച്ചു. ഞാൻ അതിൽ കുറച്ച് വെള്ളം, ഒരു തുള്ളി വെള്ളം ഒഴിച്ചു. അധികം നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ, അവിയൽ നമുക്ക് അങ്ങനെ കുഴഞ്ഞു പോകും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വിതറ, പിന്നെ ഉപ്പിടുക. ഇളക്കിയിട്ട് അങ്ങനെ അടച്ച് വയ്ക്കുക. ഓക്കെ, ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം പിടിക്കണം. ഈ വാഴയിലും കൊണ്ട് അടച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് മൂടി വെച്ചിട്ട് ഇതാക്കുക. എന്താ അറിയുമോ, അപ്പോൾ ഈ വാഴയുടെ സ്മെല്ലും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഓക്കെ, നമ്മൾ തേങ്ങ ചിരകാൻ പോവാണ്. നമ്മൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ നമുക്ക് ചിരകണം. ചിരകിയിട്ട് ഇതിൻ്റെ കൂടെ ജീരകവും പച്ചമുളകും കൂടിയും ഇട്ടിട്ട് വേണം. അരയ്ക്കാൻ പാടില്ല, ചതച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ. അവിയലിനാകുമ്പോൾ അരയ്ക്കാൻ പാടില്ല, കൂടുതൽ അരഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ചതച്ചെടുക്കാൻ വേണ്ടത്. തേങ്ങ, ഒരു 5 പച്ചമുളക്, കുറച്ച് ജീരകം, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ചതച്ചെടുക്കുക കേട്ടോ. നമ്മൾ മിക്സിയിലിട്ട് ചതച്ചെടുക്കുക. ഇതിൽ 1 കപ്പ് തൈര് എടുക്കുക. തൈര് എടുത്തിട്ടൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിക്കുക. ഇത് പകുതി വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി. നമുക്കിതിൽ തേങ്ങ ഇടാം കേട്ടോ. തേങ്ങ ചതച്ചത് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല ഇതിൽ. വെള്ളം ഒഴിച്ചാൽ നമ്മൾ അവിയലിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും വ്യത്യാസപ്പെടും. ഒന്നും കൂടി ഒന്നിത്തിരി തൈരൊന്ന് സെറ്റായതിന് ശേഷം നമുക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ടിട്ട് അങ്ങനെ മൂടി വയ്ക്കാം. ഒന്ന് പിടിക്കട്ടെ. നല്ല തള വരാൻ പാടില്ല, സിമ്മായതുകൊണ്ട് തള അധികം വരില്ല. തള വരുമ്പോഴേക്കും നമുക്ക് ഓഫാക്കാം. ഓക്കെ, നമ്മളിനി വെളിച്ചെണ്ണ ഒഴിക്കുക. തള വരുന്നുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ ഈ കയ്യിലെടുത്ത് വെളിച്ചെണ്ണയ്ക്ക് 500-ന് മുകളിൽ വില ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നാണ് ചേച്ചി പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ സ്വർണ്ണത്തിന് മാതിരിയാണ് ഇപ്പോൾ വെളിച്ചെണ്ണ കണക്കാക്കുന്നത്.
ഇനി നമുക്ക് ഇതിന് മേലെ കറിവേപ്പില ഇടാം. ഓക്കെ, നമ്മുടെ അവിയൽ സെറ്റായി, ഓഫാക്കിയിട്ടുണ്ട്. നേരെ നമുക്ക് അടച്ച് വെക്കാം. ഇനി അങ്ങനെ തന്നെ ഈ ഇല തന്നെ വെച്ചിട്ട് വേണ്ട ഇനി ഈ ഇല തന്നെ വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വെക്കാം നമുക്ക്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ രുചികരമായ അവിയൽ റെഡി. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം കേട്ടോ. നമുക്ക് ഇല എടുത്തു. ഇതാ നമ്മുടെ അവിയൽ. എണ്ണയൊക്കെ അതിന് മുകളിൽ നിൽക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് കാണാത്തത് കേട്ടോ. കാരണം വില കൂടിയപ്പോൾ വെളിച്ചെണ്ണ കാണാനില്ല. ഇതാണ് നമ്മുടെ അവിയൽ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതാ ചൂട് വരണ്ട, നല്ല ചൂടുള്ള അവിയൽ റെഡി. നമ്മുടെ പാലക്കാടൻ അവിയൽ. ഓക്കെ, ആ വെളിച്ചെണ്ണ ഇതും കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ രമചേച്ചി ഉണ്ടാക്കി അവിയൽ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. രമചേച്ചി കഴിച്ചു നോക്കൂ, എങ്ങനെയുണ്ട് കഴിച്ചു നോക്കൂ. നമ്മുടെ ഓണസദ്യയുടെ പ്രധാന വിഭവമാണ് അവിയൽ കേട്ടോ. സദ്യക്ക് അവിയൽ മാത്രം മതി, ചോറിന്റെ ആവശ്യമില്ല. അതെ, താങ്ക് യു. അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും അവിയൽ വീട്ടിൽ പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചേച്ചിക്ക് എന്താ പറയാനുള്ളത് സംസാരം ടിവിയുടെ പ്രേക്ഷകരോട്? എല്ലാവരും ഞങ്ങളുടെ അവിയൽ ട്രൈ ചെയ്ത് നോക്കണം.